ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഓവനും ഒന്നുമില്ലാതെ ഞാനൊരു ഗോതമ്പ് പൊടി കൊണ്ട് ശർക്കരയും കൊണ്ടും മൈദയും പഞ്ചസാരയും അല്ല, ഗോതമ്പ് പൊടി കൊണ്ട് ശർക്കരയും കൊണ്ട് ഒരു കേക്ക് ഉണ്ടാക്കണം. അത് ഞാൻ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് 1.25 കപ്പ് പൊടി ഉണ്ട് കേട്ടോ. 250-ൻ്റെ കപ്പിന് 1.25 കപ്പ് പൊടി. ഈ പൊടിയിലേക്ക് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ. ഇത്രയും ബേക്കിംഗ് പൗഡർ ഇട്ടു. ബേക്കിംഗ് സോഡ ഒരു കാൽ സ്പൂണ്. ഒരു നുള്ള ഉപ്പ്. ഇതെല്ലാം കൂടി ചേർത്ത് അരിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അകത്തേക്ക് രണ്ട് മുട്ട ഇടുന്നുണ്ട് കേട്ടോ. മുട്ട ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ 2 മുട്ട ഒഴിക്കുന്നുണ്ട്. ഈ മുട്ടയിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അത് ഞാൻ ഒഴിച്ചെടുക്കുകയാണ്. അതും കൂടി ഇട്ട് അടിക്കുകയാണ്. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്താലും മതി. മുട്ടയുടെ കുത്തൊക്കെ പോകാനായിട്ട് വാനില എസൻസാണ് കേട്ടോ. ഞാൻ ഇത്രയും വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് ഇല്ലെങ്കിൽ 2 ഏലക്ക ഇട്ടാലും മതി. മുട്ടയും ഓയിലും വാനില എസൻസും കൂടി അടിച്ചെടുത്ത മിക്സ് ഞാൻ ഈ പൊടിയിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. പഞ്ചസാരയല്ല, ശർക്കര നീരാണ് കേട്ടോ ചേർക്കണം. ഞാൻ ഒരു 5 അച്ചുണ്ട ശർക്കര എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് മെൽറ്റാക്കി എടുത്തതാണ്. അത് ഞാൻ ഈ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതെല്ലാം ആവശ്യം വരും. ഞാൻ ഒന്നിച്ചത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ കേക്ക് ട്രേ. ഇതിനകത്തേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് ഞാൻ ഓയിലാണ് തടവി കൊടുക്കണത്. സൺഫ്ലവർ. ഇവിടെ കറണ്ട് ഇല്ല, അത് തന്നെ വെളിച്ചം കുറവാണ്. ഇത്തിരി സൺഫ്ലവർ ഒഴിച്ച് അല്ലെങ്കിൽ ബട്ടർ ഇട്ട് ചെയ്താലും മതി. ബട്ടറുള്ളൂ. ഇതിപ്പോൾ ഞാൻ സൺഫ്ലവറാണ് ചെയ്തത്. കാണാൻ പറ്റുന്നില്ല, വെട്ടമില്ല. ഉണക്കട്ടെ, മാറിക്കുന്നേ. മാവ് ഞാൻ ബാറ്റർ ഈ കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ബാറ്റർ ഒഴിച്ചിട്ട് ഇതൊന്നിങ്ങനെ അതൊക്കെ ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ഓവൻ സെറ്റപ്പിലാണ് വയ്ക്കണേ. ഓവൻ സെറ്റപ്പ് ഞാൻ ചൂടാക്കി ഇട്ടേക്കണതാണ്. ഞാൻ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഒരു 20 മിനിറ്റ് ആവുമ്പോൾ നോക്കാം. 15 മിനിറ്റ് ആവുമ്പോൾ തുറന്ന് നോക്കണം. ഗോതമ്പ് പൊടിയും ശർക്കരയും വെച്ചിട്ടുള്ള കേക്ക് ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. എന്തോന്നറിയാൻ നമ്മൾ ഒന്ന് കുത്തി നോക്കാം. കുത്തി നോക്കിയിട്ട് ഇതുമ്മ ആയിട്ടില്ലെങ്കിൽ വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുമ്മൊന്നുമില്ല.
ഇത് വെന്തിട്ടുണ്ട്. കേക്ക് വെന്തിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യാണ്. കേക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പോവാം. കേക്ക് ഇതുപോലെയാണ് ഇരിക്കണേ. ഞാൻ ഒന്ന് ചൂടാറട്ടെ, എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട്, അധികം ചൂടാറണ്ട, കുറച്ച് ചൂടാറി കഴിയുമ്പോൾ എടുക്കാം. കേക്ക് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കാൻ കേട്ടോ. അത് ഇങ്ങനെ പാത്രം വെച്ചിട്ട് ഇങ്ങനെ മറച്ചാൽ മതി. വേണമെങ്കിൽ ഒന്ന് പതുക്കെ തട്ടി കൊടുക്കാം. എന്താ ബട്ടർ പേപ്പർ മാറ്റുക. പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. എനിക്കൊരു ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാനുള്ള മടി കാണിക്കരുത് കേട്ടോ. ഞാൻ ഒന്നും കൂടി ചൂട് ആറിയിട്ട് മുറിച്ച് കാണിക്കാം. ഇപ്പോൾ ചെറിയ ചൂടുണ്ട്. ഗോതമ്പ് പൊടിയും ശർക്കരയും വെച്ചിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കാണാനൊക്കെ നല്ല ലുക്കിലേന്ന്. ഞാൻ ഓവനും ബീറ്ററൊന്നും ഇല്ലാണ്ട് മിക്സിയിലടിച്ച് ഓവൻ സെറ്റപ്പിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഗോതമ്പ് പൊടി ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണ മൈദയും പഞ്ചസാരയും വെച്ചാണ് ചെയ്യാറ്. ഞാനൊന്ന് മുറിച്ച് കാണിക്കാം. കണ്ടോ, നല്ല സോഫ്റ്റായിട്ടുള്ള കേക്ക്. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ ചെയ്യുന്നതിന് വല്ല തെറ്റോ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്താലുണ്ട് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.